2 നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിലെ സകല ജാതി മത സംഘടനകളും ഒന്ന് സടകുടഞ്ഞ് എണീറ്റിട്ടുണ്ട്. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അടുത്ത ചാൻസ് ആരെന്നറിയാൻ വേണ്ടി. നേതാക്കളെല്ലാം ഉടുപ്പടിച്ചു കഴിഞ്ഞു, സുഹൃത്തുക്കളെല്ലാവരും തയ്യാറായി കഴിഞ്ഞു. അമ്മമാർ സഹോദരിമാരൊക്കെ ദീപം തെളിക്കാനും ബഹളം ഉണ്ടാക്കാനൊക്കെ ആവേശപ്പെട്ട് നിൽക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ശബരിമല വിശ്വാസി സംഗമം നടന്നു കഴിഞ്ഞാൽ 20-ാം തീയതി സെപ്റ്റംബർ 20-നാണ്. അത് നടന്നു കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ തന്നെ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം കോഴിക്കോടോ കൊച്ചിയിലോ ന്യൂനപക്ഷ സംഗമം നടക്കും. അവർക്ക് പറയാനുള്ളത് കേൾക്കും. അങ്ങനെ ന്യൂനപക്ഷ സംഗമം കൂടെ കഴിഞ്ഞാൽ അവ 2 മതമായി 3 മതമായി, ഹിന്ദു മതമായി അയ്യപ്പനെ വെച്ചുകൊണ്ട്, മുസ്ലിങ്ങളുടേതുമായി, ക്രിസ്ത്യാനികളുടേതുമായി. പക്ഷേ മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ പിടിച്ചുകൊണ്ടോ നബി അള്ളാഹുവിനെ അല്ലെങ്കിൽ യേശുവിനെ പിടിച്ചുകൊണ്ടൊരു സംഗമം നടത്താൻ പറ്റത്തില്ല. അവരടി കിട്ടും, അതടി കിട്ടും, അല്ലെങ്കിൽ അത് പൊള്ളും. അയ്യപ്പനാകുമ്പോൾ പിന്നെ വഴി വെച്ചിരിക്കുന്നതുകൊണ്ട് അയ്യപ്പൻ എന്തുവേണം ചെയ്യാം, നമുക്ക് ആർക്കോണോ കല്ലെടുത്തെറിയാം, അത് വേറെ കഥ. മറ്റതിനകത്ത് പറ്റത്തില്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള ദുഃഖങ്ങൾ അറിയാനുള്ള സംഗമങ്ങൾ നടത്തുന്നു. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നതല്ലേ പൊളി സംഗമം. അടിപൊളിയാണ്. കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും സംഗമം വരാൻ പോകുന്നു. ബ്ലോക്ക് തല സംഗമം, ജില്ലാതല സംഗമം, സംസ്ഥാനതല സംഗമം, ആഗോള സംഗമം, ലോകസഭാ സംഗമം. എന്താണ് വിഷയമെന്നറിയാവോ? സിമ്പിളാണ്. ഇവിടെ 2000-ഓളം ജാതിയുണ്ട്. 2000 അല്ലെന്നാണ് തോന്നുന്നത്. PSCയുടെ കണക്കെടുത്താൽ 2000-ൽ കൂടുതൽ ജാതിയുണ്ട്. ഓരോ ജാതിയുടെയും സംഗമം വരാൻ പോവുകയാണ്. ഇപ്പോൾ നായർ ജാതി എടുത്തു കഴിഞ്ഞാൽ നായറുണ്ട്, വിളക്കത്തിൽ നായരുണ്ട്, പിന്നെ വെളുത്തേടത്ത് നായരുണ്ട്. ഇങ്ങനെ നായർ തന്നെ കുറേ നായർമാരുണ്ട്. അതിൽ പിള്ളമാരുണ്ട്. നായറിൽ തന്നെ കുറേ പിള്ളമാരുണ്ട്. അപ്പോൾ അവരുടെ സംഗമം. വെള്ളാളയിൽ തന്നെ ശൈവ വെള്ളാള, ചെട്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. വെള്ളാള എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. ഒരു അവാന്തര വിഭാഗങ്ങൾ 10-32 ഉണ്ട്. അവരുടെ സംഗമം. പിന്നെ പുലയ മഹാസഭ തുടങ്ങിയ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെടുത്തു കഴിഞ്ഞാൽ ഒരു 10-200 സംഘടനകളുണ്ട്. പുലയ പറയ എന്നൊക്കെ പറഞ്ഞ് ചേരമാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ട്. അതെന്നെ ഹിന്ദു ചേരമാർ, ക്രിസ്ത്യൻ ചേരമാർ, ഇങ്ങനെ ഉണ്ട്, കുറേ ഉണ്ട്. എല്ലാവരുടെയും സംഗമം വരാൻ പോവുകയാണ്. എത്ര മനോഹരമാണ് കേരളം. നല്ല നവോത്ഥാനം നടത്തിയ നാടല്ലേ. അപ്പോൾ ഈ ഓരോ ജാതി സംഘടനകൾ നമ്മൾ വിളിച്ചു കൂട്ടും, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കും. അങ്ങനെ കേട്ട് ഇത് കൺസോൾട്ടേറ്റ് ചെയ്ത് എടുത്തിട്ട് സംസ്ഥാന ജാതിയുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടെത്തും. അപ്പോൾ പഞ്ചായത്ത് ജാതിയുടെ പ്രശ്നം ആദ്യം കണ്ടെത്തും. അത് കഴിഞ്ഞ് ബ്ലോക്ക് ജാതി, അത് കഴിഞ്ഞ് ജില്ലാ ജാതി, അത് കഴിഞ്ഞ് സംസ്ഥാന ജാതിയുടെ പ്രശ്നങ്ങൾ കണ്ടെത്തും. ഇതിനിടയിൽ മറ്റ് പ്രത്യേക സംഗമങ്ങൾ അവരവർക്ക് വേണമെങ്കിൽ നടത്താം. SNDPക്ക് അവരുടെ സംഗമം നടത്തി അവർക്ക് വിവരങ്ങൾ കൊടുക്കാം. NSSന് അവരുടെ സംഗമം നടത്തി അവർക്ക് വിവരം കൊടുക്കാം. ബ്രാഹ്മണ സഭയ്ക്കും തുളു സഭയ്ക്കും നമ്പൂരി സഭയ്ക്കും അതുപോലെ തന്നെ തിരുമേനി സഭയ്ക്കും എല്ലാ സഭമാർക്കും അവരവരുടെ ജാതി സംഘടനകളുടെയും മതസംഘടനകളുടെ മീറ്റിംഗ് കൂടി നിർദ്ദേശം. ഇതെല്ലാം കൂടി ആയിരിക്കും അടുത്ത ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ വരുന്നത്. അപ്പോൾ അതിമനോഹരമായ ജാതി പരിപാടികൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. CPI അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിലേത് ജാതിക്കാരെ പിടിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം CPIയുടെ പ്രശ്നം CPIയിൽ നായന്മാരാണ് കൂടുതലെന്നുള്ള ഒരു കരക്കമ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോണ്ട്. ഈഴവാസിന് ഒരു പണിയും ഇല്ല, ഈഴവാസിന് അവിടെ എടുക്കുന്നേ ഇല്ല. കംപ്ലീറ്റ് നായർ കമ്മ്യൂണിറ്റിയുടെ, അല്ലെങ്കിലും CPI പണ്ടേ മേനോന്മാരുടെയും നായർമാരുടെയും പാർട്ടിയാണെന്നുള്ള പരാതി ഉണ്ടല്ലോ. അച്യുതമേനോൻ തൊട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈഴവരുമില്ല, പട്ടികജാതിക്കാരുമില്ല, സ്ത്രീകളുമില്ല. ഇതിൽ നായർ കമ്മ്യൂണിറ്റി, നമ്പൂരി കമ്മ്യൂണിറ്റിയുടെ, മേനോൻ കമ്മ്യൂണിറ്റിയുടെ പാർട്ടിയാണെന്നാണ് പണ്ടേയുള്ള പരാതി. എനിക്കല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് CPIയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്തായാലും അതുവരും അന്തം വിട്ട് ഓടുകയാണ്. ഏത് ജാതിയെ പിടിക്കണം, ആരെയാണ് ഇതിനകത്ത് പിടിച്ച് ഫിറ്റ് ചെയ്യുക. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയുണ്ട്. അവരിതെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. സതീശനും എല്ലാവരും, രമേശ് ചെന്നിത്തല അവരും വരും. അവരും ഏതെങ്കിലും, പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരും ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നുണ്ട്. അവർ ഏത് തരത്തിലുള്ള സംഗമം നടത്തണമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അവരും രംഗത്ത് വരും. അപ്പോൾ അങ്ങനെ BJPയും കോൺഗ്രസും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം കൂടി ഓരോ മണ്ഡലങ്ങൾ തിരിച്ചുകൊണ്ട് ജാതി മത വർഗ വർണ്ണ പണ്ഡിത പാമര ദരിദ്ര സമ്പന്ന വിഭാഗങ്ങളുടെ മീറ്റിങ്ങുകൾ നടക്കട്ടെ. സംഗമഭൂമിയായി കേരളം മാറട്ടെ. ആവേശത്തോടു കൂടി നമുക്ക് വിളിക്കാം. കേരളം വീണ്ടും നവകേരളമായി കഴിഞ്ഞു. നവോത്ഥാന കേരളം സിന്ദാബാദ്.